വചനമൊഴി നോമ്പുകാലം 4-ാം ഞായർ. വചനഭാഗം ഉൽപ്പത്തി 19:1-11, 2 സാമുവേൽ 12:1-7, 13-17, 2 തിമോത്തി 2:22-26, മത്തായിയുടെ സുവിശേഷം 5:27-31. നോമ്പുകാലാചരണത്തിൽ വളരെ പ്രധാനപ്പെട്ട ആഴ്ചയാണ് ഇന്ന് തുടങ്ങുന്ന പാതി നോമ്പിന്റെ ആഴ്ച. നോമ്പാചരണത്തിലും നോമ്പിന്റെ ചൈതന്യത്തിലുള്ള ജീവിതത്തിലും എന്തെങ്കിലും മന്ദത ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടുതൽ തീക്ഷ്ണതയോടെ നോമ്പുകാല ചൈതന്യത്തിൽ ജീവിക്കുന്നതിനും വളരുന്നതിനുമുള്ള അവസരമാണ് ഈ പാതി നോമ്പുകാലം. അനുദിന ജീവിതത്തിൽ വിശുദ്ധിയുടെ ആവശ്യകതയും പാപങ്ങളുടെ പൊതിക്കായി കേണപേക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയും ഓർമ്മിപ്പിക്കുന്നതാണ് നോമ്പുകാലം 4-ാം ഞായറാഴ്ചത്തെ തിരുവചന പ്രഘോഷണങ്ങൾ. പഴയ നിയമത്തിലെ കൽപ്പനകൾ എടുത്തു പറഞ്ഞ് അവയെ അതിന്റെ പൂർണ്ണതയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് പുതിയ മാനങ്ങൾ നൽകുന്നതാണ് ഈശോയുടെ മലയിലെ പ്രസംഗം. 10 കൽപ്പനകളിലെ 5-ാം പ്രമാണത്തെക്കുറിച്ചുള്ള കാര്യം 5-ാം അധ്യായം 21-26 വചനങ്ങളിൽ പറഞ്ഞതിനു ശേഷം 6-ാം പ്രമാണത്തെക്കുറിച്ചുള്ള കാര്യമാണ് ഇന്ന് നാം ശ്രവിക്കുന്ന സുവിശേഷ ഭാഗത്ത് ഉള്ളത്. നിയമവും പ്രവാചകന്മാരും പറഞ്ഞിട്ടുള്ളവ വള്ളിപുള്ളി മാറ്റമില്ലാതെ സംഭവിക്കുമെന്നും അത് പൂർത്തിയാക്കുവാനാണ് താൻ വന്നിരിക്കുന്നത് എന്നുമാണ് ഈശോയുടെ മലയിലെ പ്രസംഗത്തിന്റെ അന്തസത്ത. മോശയുടെ നിയമത്തിൽ വിലക്കിയിരുന്ന വ്യഭിചാര പ്രവൃത്തിയെ മനുഷ്യന്റെ ജഡിക താല്പര്യങ്ങളെയും ആന്തരിക അശുദ്ധ ചിന്തകളെയും ഉൾപ്പെടുത്തി നിരോധിക്കുന്നതാണ് സുവിശേഷത്തിൽ കാണുന്നത്. ഇതിലൂടെ ധാർമ്മികതയുടെ ആന്തരിക മാനത്തിന് അടിവരയിടുകയാണ് ഈശോ ചെയ്യുന്നത്. പാപം കർമ്മത്തിലൂടെ മാത്രമല്ല യാഥാർത്ഥ്യമാകുന്നത്, അത് ഹൃദയത്തിലാണ് രൂപമെടുക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഈശോ പഠിപ്പിച്ചിട്ടുള്ളത്, ഹൃദയത്തിൽ നിന്നാണ് എല്ലാവിധ തിന്മകളും വരുന്നത്. ദുശ്ചിന്തകൾ, കൊലപാതകം, പരസംഗം, വ്യഭിചാരം, മോക്ഷണം, കള്ളസാക്ഷ്യം, പരദൂഷണം എന്നിവയെല്ലാം ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. മത്തായിയുടെ സുവിശേഷം 15:19, മാർക്കോസ് 7:21. സങ്കീർത്തകൻ പറയുന്നു, ഹൃദയത്തിലാണ് തിന്മ നിരൂപിക്കപ്പെടുന്നത്. 41:6-58:2. ഹൃദയവിശുദ്ധിയോടെ ജീവിക്കണമെന്ന സന്ദേശമാണ് ഇന്ന് തിരുവചനം നൽകുന്നത്. നിന്റെ ഹൃദയത്തിൽ നിന്ന് ദുഷ്ടത കഴുകിക്കളയുക, നീ രക്ഷപ്പെടും. ജെറമ്യ 4:14. പാപം ചെയ്യുന്നതിന് കാരണമാകുന്ന അവയവങ്ങളെ ചൂഴ്ന്നെടുത്തു കളയുക എന്ന ആലങ്കാരിക പ്രയോഗം ശരീരാവയവങ്ങളെ വിച്ഛേദിക്കുവാനുള്ള കൽപ്പനയല്ല, മറിച്ച് പാപത്തിന്റെ ഗൗരവം ചൂണ്ടിക്കാണിക്കുകയാണ്. പാപത്തെ അകറ്റുന്നതിന് പാപ സാഹചര്യങ്ങളെ അകറ്റണം എന്ന പ്രബോധനമാണ് ഇവിടെ നൽകുന്നത്. ഇന്നത്തെ ദൈവവചന പ്രഘോഷണങ്ങളെല്ലാം ജീവിത വിശുദ്ധിയിലേക്കുള്ള ആഹ്വാനവും ധാർമ്മിക ജീവിതത്തിനു വേണ്ടിയുള്ള പ്രബോധനവുമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് നാം ശ്രവിക്കുന്നത് സോദോം ദേശത്തെക്കുറിച്ചാണ്. വഴിയരികിൽ ആശ്രയമില്ലാതെ നിന്നിരുന്ന 2 പേരെ അതിഥികളായി സ്വീകരിച്ച് ആതിഥ്യമര്യാദ കാണിക്കുന്ന ലോത്തും കുടുംബവും ഒരു വശത്തും, ആ സമൂഹത്തിന്റെ ധാർമ്മിക അധപതനത്തിന്റെ അടയാളം എന്ന പോലെ പ്രകൃതി വിരുദ്ധ പ്രവൃത്തിയിലൂടെ പാപം ചെയ്യുന്ന ജനക്കൂട്ടം മറുവശത്ത് നിൽക്കുന്നു. ഒരു ദേശത്തിന്റെ പാപവും അതിന് ദൈവം നൽകുന്ന ശിക്ഷയുമാണ് ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം വിവരിക്കുന്നത്. അതിന്റെ ആദ്യ ഭാഗമാണ് ഇന്നത്തെ 1-ാം വായന. ലോത്ത് തന്റെ ഭവനത്തിൽ വന്നിരിക്കുന്നവരെ രക്ഷിക്കുന്നതിനു വേണ്ടി തന്റെ പെൺമക്കളെ വിട്ടു നൽകാം എന്ന് പറയുന്നത് എന്തുകൊണ്ട് എന്ന് ചിന്തിക്കുന്നവരുണ്ട്.
പ്രകൃതി വിരുദ്ധ പാപത്തിന്റെ കാഠിന്യം കാണിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്രകാരം ലോത്ത് സംസാരിക്കുന്നത്. സ്ത്രീ പുരുഷ ബന്ധം പ്രകൃതിദത്തമായ കാര്യമാണല്ലോ. സോദോമിന്റെ മേൽ വിധി നിർണയിച്ചുകൊണ്ട് അബ്രാഹത്തിന്റെ ദൈവം എല്ലാ ജനതകളുടെയും ദൈവമാണെന്നും എല്ലാ ജനതകളുടെയും മേൽ അവിടുത്തേക്ക് അധികാരമുണ്ടെന്നും പഠിപ്പിക്കുന്നു. തെറ്റിന് ശിക്ഷ നൽകുന്നവനും നന്മയെ പരിരക്ഷിക്കുന്നതിനുമാണ് ദൈവം എന്ന സന്ദേശമാണ് സോദോം ഗൊമോറ ദേശത്തിന്റെ സംഭവത്തിലൂടെ വിവരിക്കുന്നത്. സാമുവേൽ പ്രവാചകന്റെ 2-ാം പുസ്തകത്തിൽ നിന്നുമുള്ളതാണ് രണ്ടാമത്തെ ദൈവവചന പ്രഘോഷണം. പാപം ചെയ്ത ദാവീദിനെ പാപത്തെക്കുറിച്ച് നാഥാൻ പ്രവാചകനിലൂടെ ദൈവം ബോധ്യപ്പെടുത്തുന്നതും ദാവീദ് അനുതാപത്തോടെ കർത്താവിലേക്ക് തിരിഞ്ഞ് അവിടുത്തെ പക്കൽ നിന്ന് പാപമോചനം നേടുന്നതുമാണ് ഇവിടെ പ്രഘോഷിക്കുന്നത്. ദാവീദിന്റെ പാപം 9, 6, 5 കൽപ്പനകളുടെ ലംഘനമായിരുന്നു. കർത്താവ് ദാവീദിനോട് ക്ഷമിക്കുന്നു. എങ്കിലും ദാവീദ് ചെയ്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കുന്നുണ്ട്. ദൈവം കാരുണ്യവാനും കൃപാനിധിയുമാണ്, അചഞ്ചല സ്നേഹമുള്ളവനാണ്. എന്നാൽ അവിടുന്ന് നീതിമാനാണ്, തെറ്റുകൾക്ക് നേരെ കണ്ണടയ്ക്കുകയില്ല. തെറ്റിന് ശിക്ഷ അനുഭവിക്കുക എന്നത് നീതിയുടെ ഭാഗമാണ്. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിലൂടെ പൗലോസ്ലീഹ പ്രബോധിപ്പിക്കുന്നതും യുവസഹജമായ മോഹങ്ങളിൽ നിന്ന് ഓടിയകലുവാനും പരിശുദ്ധമായ ഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് നീതി, സ്നേഹം, വിശ്വാസം, സമാധാനം എന്നിവ പിന്തുടരുവാനുമാണ്. കലഹപ്രിയരാകാതെ സൗമ്യതയോടെ വ്യാപരിച്ചുകൊണ്ട് എതിർക്കുന്നവരെ തിരുത്തുവാനും മാനസാന്തരത്തിലേക്ക് നയിക്കുവാനും സാധിക്കണം. സത്യത്തിന്റെ തിരിച്ചറിവിനുള്ള മാനസാന്തരം ദൈവം അവർക്ക് നൽകുവാൻ ഇടയാക്കണം. പിശാച് തന്റെ ഇഷ്ട നിർവഹണത്തിന് വേണ്ടി നമ്മെ അടിമകളാക്കുന്നുണ്ട്. എങ്കിലും സുബോധം വീണ്ടെടുത്താൽ അവന്റെ കെണികളിൽ നിന്നും രക്ഷപ്പെടാനാകും. വിശുദ്ധിയുടെ മൂല്യം എത്രയോ ശ്രേഷ്ഠമാണ്. എന്നാൽ ഈ ശ്രേഷ്ഠതയെ തകർക്കാൻ ശരീരം നടത്തുന്ന യുദ്ധം എത്രയോ ഭീതിതം. ശുദ്ധതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടം എല്ലാ പോരാട്ടങ്ങളിലും വെച്ച് ഏറ്റവും അക്രമാസക്തമാകണം എന്ന് വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നു. ഈ നോമ്പുകാലം തിന്മകളെ അകറ്റി നിർത്തുന്നതിനും സുബോധം വീണ്ടെടുത്ത് കർത്താവിലേക്ക് തിരിഞ്ഞ് വിശുദ്ധിയിൽ വളരുന്നതിനുമുള്ള അവസരമാണ് എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. തിരുവചനമനുസരിച്ച് ജീവിക്കുന്നതിനും വിശുദ്ധിയിൽ വളരുന്നതിനുമുള്ള കൃപ നമുക്ക് പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈശോയിൽ സ്നേഹപൂർവം കുറ്റ്യാനിക്കൽ സെബാസ്റ്റ്യൻ അച്ഛൻ.